പ്രശാന്തഗിരി, പേരന്വർത്ഥമാക്കുന്ന പ്രശാന്ത സുന്ദര ഗ്രാമം. കുടിയേറ്റത്തിന്റെ സുന്ദര സ്വപ്നങ്ങളിൽ രമിച്ച് കുടിയേറിയ ഒരു പറ്റം ആളുകൾ മാനന്തവാടി, വാളാട്, പേരിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ വിന്യസിക്കപ്പെട്ടപ്പോൾ ഈ ഭൂമിയുടെ മധുര സംഗീതം കേട്ട് കുറച്ചാളുകൾ ഇവിടെയും കുടിൽക്കെട്ട് ജീവിതം മുളപ്പിച്ചു. ഈ മനോഹര തീരത്ത് അതിമനോഹരമായ ഒരു ദേവാലയം പണി കഴിപ്പിച്ച് കർത്താവിൻ്റെ പുകഴ്പാടി ഇവിടത്തെ മാലോകരത ഏറ്റുപാടി. കർത്തൃസ്തുതിയുടെ അലയൊലികൾ ഈ നാടിൻ്റെ ശാന്തതയ്ക്കും സന്തോഷത്തിനും ഐശ്വര്യത്തിനും ഉതകം വിധം പ്രഭാപൂരിതമായി നിലനിൽക്കുന്നു. ഈ കുരിശിൻ്റെ പ്രഭ ഇവിടമാകെ പ്രസരിക്കുന്നു. പ്രശാന്തഗിരി സെൻറ്റ് ജോസഫ് ചർച്ചിൽ 2016 അധികാരമേറ്റ കൈക്കാരന്മാരാണ് ഞങ്ങൾ 4 പേര്. ചരിത്രത്തിലെ പ്രശാന്തഗിരി പള്ളിയുടെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ആധ്യാത്മിക കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ആദ്യ 3 മാസക്കാലം ഷാജി മംഗലത്ത് ആയിരുന്നു കൈക്കാരൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും അതിനുശേഷം ജോസ് പുലുതൂക്കിൽ കൈക്കാരനായി. 3-ാം ഘട്ടത്തിൽ ബാബു ചാത്തോളി കൈക്കാരനായി. ഇപ്പോൾ നിലവിൽ മേച്ചേരി വർക്കിച്ചേട്ടനാണ് ഞങ്ങളുടെ നടത്തിപ്പ് കൈക്കാരനായിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ആധ്യാത്മികമായിട്ട് ധ്യാനങ്ങളും സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇടവകാംഗങ്ങളുടെ സജീവമായ പങ്കാളിത്തം നല്ല നിലയിൽ ഈ പള്ളിയിലുണ്ട്. കൈക്കാരന്മാരായ ജോസേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ 4 കൈക്കാരന്മാരും യോജിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് വരെ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ജനുവരി 8, 9, 10 ദിവസങ്ങളിലായിരുന്നു പ്രശാന്തഗിരി പള്ളിയുടെ തിരുനാൾ ഭംഗി ആയിട്ട് നടത്തുവാൻ വേണ്ടി സാധിച്ചു. അതിനുശേഷമുള്ള മറ്റ് തോട്ടത്തിലെയും മറ്റ് വികസന പ്രവർത്തനങ്ങളുമായി ഇപ്പോഴത്തെ നടത്തിപ്പ് കൈക്കാരനായ മേച്ചേരിൽ കുഞ്ഞുവർക്കിച്ചേട്ടനാണ് കാര്യങ്ങൾ നടത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പള്ളിയിലെ ആത്മീയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും പിന്നെ ഓരോ ഡേറ്റിന് ഞങ്ങൾ വാർഡ് പ്രാർത്ഥനകൾ നടക്കാറുണ്ട്. ഞായറാഴ്ചകളിൽ 2 കുർബാനയും മറ്റേട ദിവസങ്ങളിൽ 1 കുർബാനയും അച്ഛൻ നടത്തുന്നുണ്ട്. പിന്നെ സൺഡേ സ്കൂളിൻ്റെ 1 മുതൽ 12 ക്ലാസ് വരെയുള്ള സൺഡേ സ്കൂൾ ഭംഗിയായിട്ട് വിനു പട്ടേൽ സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. പിന്നെ മാതൃസംഘടന, KCYM, മിഷൻ ലീഗ് എന്നീ സംഘടനകളും പിന്നെ ഭംഗിയായി പള്ളിയിൽ ആ സംഘടനാ പ്രവർത്തകർ നേതൃത്വം കൊടുത്തുകൊണ്ട് നടന്നു പോകുന്നുണ്ട്. പിതാ പുത്ര പവിത്രാത്മനേ പ്രണാമം പ്രണാമം. പിതാ പുത്ര പവിത്രാത്മനേ പിതാ പുത്ര പവിത്രാത്മനേ പ്രണാമം. ബാബിലോണിലെ സൂസന്നായെ വിശ്വാസത്തിൻ മാതൃകയാക്കാം. ദൈവവഴിയിൽ നീങ്ങും നോക്കാം. കഥയേകും ഫലമേറെയത്രേ. കിൽക്കിയായുടെ സൽപുത്രിയായി സുന്ദരിയാം അവൾ വാണിരുന്നു. ദൈവഭക്തയാം സൂസന്നായെ യോവാക്കീം തന്നോടെ പത്നിയാക്കി.
ധർമ്മബോധം ദൈവവിചാരം ഇല്ലാത്തവരാം നീതിക്കധിപർ യോവാക്കീമിൻ ഭവനം തന്നിൽ എന്നുമെന്നും എത്തിയിരുന്നു. സുന്ദരിയായൊരു സൂസന്നായെ ന്യായാധിപന്മാരും നോട്ടമിട്ടു. ആസക്തിയാൽ അവർ വെന്തുനീറി, ആരും കൊതിക്കുന്ന രൂപമല്ലേ. ഒരു ദിനമെങ്കിലും പ്രാപിക്കണം, ഒരു വേളയെങ്കിലും ഒരുമിക്കണം. ഒരു ദിനമെങ്കിലും പ്രാപിക്കണം, ഒരു വേളയെങ്കിലും ഒരുമിക്കണം. കൗശലമോടെ പരസ്പരം പറഞ്ഞതുമില്ല. ഒരു ദിനമെന്നാലോ കള്ളം തെളിഞ്ഞപ്പോൾ പറയാതിരിക്കാൻ കഴിഞ്ഞതില്ല. ഒരു നാളവളാ ഉദ്യാനത്തിൽ സ്നാനം ചെയ്യാൻ പോയൊരു നേരം എണ്ണയ്ക്കായി തൻ തോഴികളെല്ലാം നീങ്ങിടുന്നതു കണ്ട ദുഷ്ടൻ. സൂസന്ന തന്നുടെ മുന്നിലെത്തി ഒപ്പം ശയിക്കുവാൻ പ്രേരിപ്പിച്ചു. ആരുമില്ലാത്തൊരു നേരമല്ലേ, ആരും അറിയാതെ ഞങ്ങൾ കാക്കാം. മടികാട്ടി ഞങ്ങളെ നീ ദ്വേഷിച്ചാൽ ഞങ്ങൾ തൻ സാക്ഷ്യം നിനക്കെതിരെ. മടികാട്ടി ഞങ്ങളെ നീ ദ്വേഷിച്ചാൽ ഞങ്ങൾ തൻ സാക്ഷ്യം നിനക്കെതിരെ. സമ്മതം ചൊന്നാൽ മരണത്തിൻ തുല്യമായി മാറും. ദൈവത്തിനെതിരായി പാപത്തിൽ വീഴാതെ നീങ്ങിടാനത്രേ കൊതിച്ചിടുന്നു. നിങ്ങൾക്കു സമ്മതം നൽകില്ല ഞാൻ. ബാലനായൊരു ദാനിയേലപ്പോൾ ആത്മാവിനാൽ ഉണർവേറ്റവനായി കള്ളസാക്ഷ്യം തന്നെ ഇതെല്ലാം കർത്താവിന്നിവ മാനിക്കില്ല. ശ്രേഷ്ഠന്മാരെ അവൻ ചോദ്യം ചെയ്തു, ഒറ്റയ്ക്കൊറ്റയ്ക്കായി ചോദ്യം ചെയ്തു. അപരാധം കണ്ട സ്ഥലമാരാഞ്ഞു, അങ്ങനെ കള്ളം തെളിഞ്ഞൊടുവിൽ. ദുഷ്ടരും ശ്രേഷ്ഠരെ ഹിംസിക്കുവാൻ ജനമെല്ലാം ഏകമനസ്സായല്ലോ. ദുഷ്ടരും ശ്രേഷ്ഠരെ ഹിംസിക്കുവാൻ ജനമെല്ലാം ഏകമനസ്സായല്ലോ. ദൈവത്തിലെന്നും വിശ്വസിക്കും മധ്യരെയെല്ലാം ആപത്തിൽ നിന്നെല്ലാം കാത്തുപാലിച്ചിടും. വിശ്വാസമത്രേ മഹാസുഹൃതം, എന്നും വിശ്വാസം കാത്തു നാം ജീവിക്കണം. പ്രശാന്തഗിരി സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ ചരിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ 1950കളിൽ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്കുള്ള കുടിയേറ്റ ചരിത്രം മുതൽ പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാം 1950കളിലെ കുടിയേറ്റം തുടങ്ങിയതാണ്. ഞങ്ങളുടെ മാതാപിതാക്കന്മാരായിട്ട് വലിച്ചാച്ചനൊക്കെ ആയിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ വയനാട്ടിൽ വരുന്ന കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളൊന്നും അവിടെ ഇല്ല, ആ സമയത്ത് ഇല്ലാത്തവരാണ്. പോരൂർ ഇടവക 1950ൽ രൂപീകരിക്കുകയും ആ പള്ളിയുടെ ഭാഗങ്ങളായിരുന്ന വാളാട് പ്രദേശവും ചുള്ളി അങ്ങനെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന അന്നത്തെ 4-5 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ്. അതിനൊക്കെ ശേഷം ഞങ്ങൾ പോരൂർ പള്ളിയിലെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം പോരൂരായിരുന്നു, ആ പള്ളിയോട് ചേർന്നായിരുന്നു. അതിനുശേഷം 1990കളിലാണ് ഈ പ്രശാന്തഗിരിയിൽ സ്ഥലമെടുക്കാനും അന്ന് ഞങ്ങളുടെ വികാരിയച്ഛനായിരുന്ന പോരൂർ പള്ളിയുടെ വികാരിയച്ഛനായിരുന്ന വിൻസെൻ്റ് താമരശ്ശേരി അച്ഛനല്ലേ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വാളാട് ഈ പ്രശാന്തഗിരിയുടെ ഈ മെച്ചേരി ഈ പ്രദേശങ്ങൾ ചാത്തങ്കുന്നോ അങ്ങനെയൊക്കെ പറയുന്നൊരു പ്രദേശമായിരുന്നത്. അവിടെ ഈ വാർഡിൽ പ്രാർത്ഥന വയ്ക്കുകയും അങ്ങനെ ഇവിടെ ഒരു പള്ളി രൂപീകരിക്കണമെന്ന്
ആൾക്കാരുടെ അഭിപ്രായം ദൂരെ ഇവിടുന്ന് പോരൂർപ്പള്ളിയിലേക്ക് 7 കിലോമീറ്റർ ദൂരമാണ്. അത്രയും ദൂരത്തിൽ സഞ്ചരിക്കാൻ പോയി പിള്ളേരൊക്കെ വേദപാഠത്തിനും അതുപോലെ തന്നെ കാർന്നവന്മാരൊക്കെ പള്ളിയിലൊക്കെ പോകുന്ന വളരെയധികം വിഷമമുള്ള സഹിച്ചായിരുന്നു അന്ന് പോരൂർ പോയിക്കൊണ്ടിരുന്നത്. ആ അതെ അതെ. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ എല്ലാ ഞായറാഴ്ചയിലും കൃത്യമായിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇവിടെ അപ്പം വിൻസെൻ്റ് അച്ഛൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ആൾക്കാരെല്ലാം കൂടിയിട്ട് നമുക്കൊരു പള്ളി ആരംഭിക്കണമെന്നുള്ള അഭിപ്രായം വന്നു. അപ്പോൾ അങ്ങനെ രൂപതയിൽ പോയി. രൂപതയിൽ നിന്ന് ആവശ്യപ്പെട്ടനുസരിച്ച് അന്ന് തൂങ്കുഴി പിതാവായിരുന്നു എനിക്ക് തോന്നുന്നത് അല്ലേ? തൂങ്കുഴി പിതാവ്. തൂങ്കുഴി പിതാവിൻ്റെ കാലഘട്ടത്തിലാണ് പിന്നെ ഞങ്ങൾ ഇവിടെ സ്ഥലം എടുക്കുന്നതിനെ പറ്റി തീരുമാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്ന് ഇവിടെ കിഴക്കടുത്ത് പാപ്പഞ്ചേട്ടനും പിന്നെ കുറിച്ചുകുന്ന ജോസഫേട്ടന് അങ്ങനെ കുട്ടിച്ചേട്ടന് പിന്നെ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരിലാണ് കൂടിയിട്ട് ഇതിനെപ്പറ്റി ആലോചിക്കുകയും അങ്ങനെ പള്ളിയുടെ സ്ഥലം എടുപ്പിനെ പറ്റിയുള്ള തീരുമാനം നടത്തി. അനുസരിച്ച് താമരശ്ശേരി അച്ഛൻ പോരൊരു വികാരിയായിരുന്നു ഇപ്പോൾ. ഇവിടെ വാളാട് പ്രദേശത്തു നിന്നും അതുപോലെ മുതിരേരി ആ ഭാഗത്തുമെല്ലാം ഒത്തിരി പേര് വളരെ കഷ്ടപ്പെട്ട പോരൂർപ്പള്ളിയിലെ ഒരു വിശുദ്ധ കർമ്മങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അന്നേരം അച്ഛന് താല്പര്യമുണ്ടായി ഇവർക്കെല്ലാം ഒരു സ്റ്റേഷൻ പള്ളികൾ ചെയ്താൽ നല്ലതാണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അതുപോലെ ശാന്തഗിരിയിലും അതുപോലെ മുതിരേരിയിലും ഒക്കെ പള്ളിക്ക് വേണ്ടി സ്ഥലം എടുക്കുകയും അങ്ങനെ ആദ്യകാലങ്ങളിൽ അന്ന് ഇവിടെ സാമ്പത്തികമായിട്ട് തീരെ പിന്നോക്കമായിരുന്ന കാലഘട്ടത്തിൽ അച്ഛന് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു ഫലപ്രാപ്തിയിലെത്താതെ അച്ഛൻ ഇവിടെ നിന്ന് മാറി പോവുകയാണ് ചെയ്തത്. അങ്ങനെ കാലഘട്ടത്തിൽ ഒരു 5-6 വർഷത്തോളം ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടന്നു. കഴിഞ്ഞ് പിന്നെ ഏതായാലും ഇവിടെ ഒരു കാര്യം വേണമെന്നുള്ള രീതിയിൽ മുന്നിട്ടിറങ്ങി പഴയ പള്ളിയുടെ കാര്യങ്ങൾ ഞങ്ങളുടെ എല്ലാം ശ്രമകരമായിട്ട് വഴി കിടന്ന കല്ലെല്ലാം പെറുക്കണമെന്ന് തറകെട്ടി അവിടെ സ്വന്തമായിട്ട് കട്ട പിടിച്ച് ചുട്ട് പിന്നെ രൂപതയിലെയും ഇപ്പോൾ ഒരു തലപ്പള്ളിയിൽ സഹായത്തോടെ പഴയ പള്ളി രൂപീകരിച്ച് ഏതായാലും പിന്നെ ഇവിടെയുള്ള പള്ളിയുടെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു. ഈ അരച്ചന്മാരൊക്കെ വന്നു റബ്ബർ വെച്ചു അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഏതായാലും പോളച്ചൻ്റെ കാലം ഞങ്ങളുടെ ഇവിടെ സുവർണ്ണ കാലഘട്ടമായിരുന്നു. അച്ഛൻ്റെ പരിശോധനമായിട്ട് ഇപ്പോൾ ഇന്ന് കാണുന്ന ഈ സുന്ദരമായ ദേവാലയവും ഈ പരിസരവും ഈ അടുത്തടുത്ത് ഇത്തരം സൈറ്റുള്ളൊരു സ്ഥലം ഇല്ല. ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് തന്നതാണ്. ഞങ്ങളതിനെ പരിപാലിച്ചുകൊണ്ട് പോരുന്നു. ഏതായാലും ഈ അടുത്തെല്ലാം എല്ലാവർക്കും ഒത്തിരി അഭിമാനത്തോടെ ഒരു തിരുനാളിൽ വരാനും സഹകരിക്കാനും എല്ലാം താല്പര്യത്തോടെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവം നന്നായി സമ്മാനത്തിന് ഞങ്ങളെല്ലാം ദൈവത്തോട് ഇന്നും നന്ദിയുള്ളവരായിരിക്കും. ഞങ്ങൾക്കിവിടെ 115 ഇടവക്കാരുണ്ട്. പിന്നെ സ്വന്തമായിട്ട് സിസ്റ്റേഴ്സ് ഇവിടെ ഇല്ല. അവർ കാട്ടുമല പോരൂർപ്പള്ളിയിൽ നിന്നും എല്ലാ ഞായറാഴ്ചയും രാവിലെ വരും. സൺഡേ സ്കൂൾ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നുണ്ട്. പള്ളി ആകുന്നതിന് മുമ്പ് തന്നെ സിസ്റ്റേഴ്സ് ഇവിടുന്ന് കാട്ടുമലയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അന്ന് 1 ക്ലാസ് 3 ക്ലാസ്സുകൾ മാത്രമേ ആദ്യം തുടങ്ങിയുള്ളൂ. പിന്നെ ഇപ്പോൾ +2 വരെ ആയിട്ടുണ്ട്. ഇവിടെ നല്ല പഠിത്ത വിജയ ശതമാനമുണ്ട്. വേദപാഠമൊക്കെ 12 ക്ലാസ് വരെ നടത്തുന്നുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഞങ്ങളുടെ പള്ളി ഫൊറോന പള്ളി മാനന്തവാടി കണിയാരം കത്തീഡ്രൽ പള്ളിയാണ്. ആധ്യാത്മികമായിട്ട് വളരെ പുരോഗതിയുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ മിക്ക ദിവസങ്ങളിലും മറ്റുള്ള ജാതിക്കാരും പുറത്തുനിന്ന് കണ്ടുപോകുന്ന ആൾക്കാർ വന്ന് പള്ളി സന്ദർശിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് അനുഭവത്തെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് ഇവിടുന്ന് വിദേശത്ത് ജോലി കാര്യമായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പള്ളി വിശുദ്ധ യേശുപിതാവിൻ നാമത്തിലുള്ള പള്ളിയാണ്. പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരുപാട് പിള്ളേർ ചെറുപ്പക്കാർ വിദേശത്ത് ഈ 12 വർഷമായിട്ട് പോയിട്ടുണ്ട്.